ഈ യുദ്ധം നശിപ്പിക്കുന്ന വെറും നഗരങ്ങളെ മാത്രമല്ല, അത് മനുഷ്യന്റെ ജീവിതത്തെയും അവന്റെ സ്വപ്നങ്ങളെയും കൂടി നശിപ്പിക്കുന്നുണ്ട്. ബാല്യം നഷ്ടപ്പെട്ട രണ്ട് കുട്ടികളുടെ കഥയാണിത്. സെയ്റ്റയും സെറ്റ്സുക്കോയും. സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി പോരാടുന്ന രണ്ട് കുട്ടികൾ. ഇവരുടെ കണ്ണുകളിലൂടെ യുദ്ധത്തിന്റെ ക്രൂരത നമുക്ക് കാട്ടിത്തരികയാണ്. സിനിമയുടെ പേര് ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ്, മിന്നാമിനുങ്ങുകളുടെ ശവകുടീരം. ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. സെറ്റ്സുക്കോയുടെ സങ്കടം നിങ്ങളുടെ സങ്കടമായി മാറും, സെയ്റ്റയുടെ ദുഃഖം നിങ്ങളുടേതുമാകും. ഈ സിനിമ കണ്ടു കഴിഞ്ഞാലും കുറച്ച് ദിവസത്തേക്ക് സെയ്റ്റയും സെറ്റ്സുക്കോയും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒന്നും അല്ലാതായി മാറും. ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. നമുക്ക് കഥയിലേക്ക് പോകാം. സെപ്റ്റംബർ 21, 1945. ഇന്ന് രാത്രിയാണ് ഞാൻ മരിച്ചത്. സെറ്റ്സുക്കോയുടെ ഈ വാക്കുകളോട് കൂടിയാണ് കഥ ആരംഭിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 14-കാരൻ പയ്യൻ കിടപ്പുണ്ട്. അവൻ അവശനാണ്. അവനെ പോലെ ചില കുട്ടികൾ അങ്ങിങ്ങായി കിടപ്പുണ്ട്. നാശങ്ങൾ. ഇവനൊക്കെ വന്നു കിടക്കാൻ കണ്ട സ്ഥലം. ചിലര് ദേഷ്യപ്പെട്ട് അതിലെ കടന്നുപോയി. ചിലർ അവന് ബ്രെഡ് വെച്ച് നീട്ടി. അമ്മേ എന്ന് വിളിച്ച് കരയുന്ന അനിയത്തിയുടെ ശബ്ദം അവന്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കാം. അവനിപ്പോ തീരെ അവശനായി മാറി. സെറ്റ്സുക്കോ, ആ പേരും വിളിച്ച് അവൻ നിലത്തേക്ക് വീണു. കുറെ നേരത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലെ ആളുകൾ അവിടെ വന്നു നോക്കിയപ്പോ അവൻ മരണപ്പെട്ട് കിടക്കുകയാണ്. അവരവന്റെ ബോഡി പരിശോധിച്ചപ്പോ ഒരു മിഠായി ടിൻ കിട്ടി. അത് അയാൾ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണ് കഴിഞ്ഞപ്പോ ആ അടപ്പ് തുറന്ന് അതിന്ന് കുറച്ച് ചാരവും എല്ലും കഷ്ണങ്ങളും പുറത്തേക്ക് തെറിച്ചു. പെട്ടെന്ന് അവിടെയെല്ലാം മിന്നാമിന്നിങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഒരു ചെറിയ കുട്ടിയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൾ അകത്തേക്ക് നോക്കുമ്പോ ആ 14 വയസ്സുകാരൻ മരിച്ചു കിടക്കുന്നത് കാണാം. അവൾ ഓടി അകത്തേക്ക് പോകാൻ നോക്കിയപ്പോ അവളുടെ തോളിൽ ആരോ പിടിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോ അത് അവളുടെ ചേട്ടനാണ്, സെയ്റ്റ. സെറ്റ്സുക്കോയുടെ ഉടുപ്പിലുണ്ടായിരുന്ന പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അവിടെ കിടന്ന ആ മിഠായി ടീൻ എടുത്തു. അതിലെ അഴുക്കെല്ലാം മാറി ഇപ്പോൾ ആ മിഠായി ടീനിൽ നിറയെ മിഠായികളുണ്ട്. ആ ടിന്ന് സെറ്റ്സുക്കോയ്ക്ക് സെയ്റ്റ കൊടുത്തു. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അതിലിപ്പോ നിറയെ മിഠായികളുണ്ട്. അനിയത്തിയും കൂട്ടി അവൻ എങ്ങോട്ടോ യാത്ര പോവുകയാണ്. ട്രെയിനിലിരിക്കുമ്പോ മിഠായി പാത്രം തുറന്ന് ഒരു മിഠായി സെറ്റ്സുക്കോ സെയ്റ്റയ്ക്ക് കൊടുത്തു. ഒരെണ്ണം അവളും കഴിച്ചു. അങ്ങനെ പാട്ടൊക്കെ പാടി അവളിങ്ങനെ കാലൊക്കെ ആട്ടി മിഠായും തിന്ന് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവര് പുറത്തേക്ക് നോക്കുമ്പോൾ ട്രെയിനിന്റെ വിൻഡോയിലൂടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും എല്ലാം കാണാം. സെയ്റ്റയുടെ ഓർമ്മകളിലൂടെയാണ് ഇനി കഥ മുന്നോട്ട് പോകുന്നത്. സൈറൻ മുഴങ്ങിയതോടെ ആളുകളെല്ലാം പാനിക്കായി ഓടുകയാണ്. അവരെയെല്ലാം ഷെൽട്ടറിലേക്ക് പറഞ്ഞു വിടുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ സമയത്ത് വീട്ടിലെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരു കുഴിയുണ്ടാക്കി അതിനകത്ത് കുഴിച്ചിടുകയാണ് സെയ്റ്റ. കളിച്ചുകൊണ്ട് സെറ്റ്സുക്കോയും അവന്റെ അടുത്ത് തന്നെ വന്ന് നിൽപ്പുണ്ട്. ചേട്ടൻ പറയുന്നതെല്ലാം കേട്ട് ചേട്ടന്റെ കൂടെ തന്നെ നിന്നോണം കേട്ടോ, അമ്മ അവളോട് പറഞ്ഞു. അമ്മ വേഗം ഷെൽട്ടറിലേക്ക് പോയിക്കോളൂ, മരുന്നുകളും എടുക്കാൻ മറക്കരുത്. അമ്മ മരുന്നൊക്കെ എടുത്ത് ഷെൽട്ടറിലേക്ക് പോയി. അമ്മയും പറഞ്ഞു വിട്ടിട്ട് കുഞ്ഞനീത്തിയും കൊണ്ട് ഷെൽട്ടറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് സെയ്റ്റ. ഞാനെങ്കിലും ഷെൽട്ടറിലേക്ക് വരുന്നില്ല. പാട്ടും പാടി അവിടെ ഇരിപ്പാണ് കുഞ്ഞനുജത്തി സെറ്റ്സുക്കോ. പൊന്നുമോളെ, ബോംബെങ്ങാനും വന്ന് വീണ നല്ല രസമായിരിക്കും. അവൻ വേഗം ഒരു ക്ലോത്തിന്റെ റോപ്പ് എടുത്ത് അവളെ അവന്റെ പുറത്ത് കെട്ടിവെച്ചു. അവളെയും കൊണ്ട് ഷെൽട്ടറിലേക്ക് പോകാൻ തുടങ്ങുകയാണ് സെയ്റ്റ. എന്റെ പാവ, അവള് കിടന്ന് കരയാൻ തുടങ്ങി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അവൻ തിരികെ വന്ന് ആ പാവ എടുത്ത് അവൾക്ക് കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിമിൽ നിന്ന് അവന്റെ അച്ഛന്റെ ഫോട്ടോയെടുത്ത് അവൻ പേഴ്സിൽ വെച്ചു. അവളെയും കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോ അവിടെ എല്ലാം ബോംബുകൾ വന്ന് വീഴുകയാണ്. അവർ രണ്ടുപേരും പേടിച്ച് വീടിനുള്ളിലേക്ക് കയറി. കുറെ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ ചെറുതായൊരു ശമനം വന്നിട്ടുണ്ട്. എങ്കിലും അങ്ങിങ്ങായിട്ട് ബോംബുകൾ വീഴുന്നുണ്ട്. സെയ്റ്റ അവളെയും കൊണ്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ്. അവര് പോകുന്ന വഴിയിലെല്ലാം ബോംബ് വീണ് കെട്ടിടങ്ങളെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. സെറ്റ്സുക്കോ പേടിച്ച് കരഞ്ഞുകൊണ്ട് കണ്ണും പൊത്തി സെയ്റ്റയുടെ പുറത്ത് തന്നെ കിടപ്പുണ്ട്. ആളുകളെല്ലാം ജീവനും കൊണ്ട് പരക്കം പായുകയാണ്. അവരോടുന്ന വഴിക്കെല്ലാം ബോംബുകൾ വന്ന് വീഴുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ദേഹത്തും കെട്ടിടങ്ങളുടെ ദേഹത്തും മൃഗങ്ങളുടെ ദേഹത്തെല്ലാം ബോംബ് വീണ് പരിക്കേൽക്കുകയാണ്. അവർ ഓടി ഓടി ഷെൽട്ടറിലെത്തി. എന്നാൽ അവിടെ എല്ലാം ഭയങ്കര തിരക്കാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറുക വളരെ പ്രയാസമാണ്. വേറെ ഒരു മാർഗവും കാണാതെ അവളെയും തോളിലെടുത്ത് അവൻ വീണ്ടും ഓടാൻ ആരംഭിച്ചു. അങ്ങനെ ഓടി 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 അവസാനം ആ ഗ്രാമത്തിന്റെ വെളിയിൽ ഒരു സ്ഥലത്തെത്തി. അങ്ങോട്ടധികം ബോംബ് വീണിട്ടില്ല. ഇനി കുറച്ചുനേരം ഇവരെ വിശ്രമിക്കാം. അവൻ സെറ്റ്സുക്കോയെ താഴെ നിർത്തി. അവൾ പേടിച്ച് കിലുകിലാ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. മോള് പേടിക്കണ്ട, ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അമ്മ എവിടെ? അവൾ ചോദിച്ചു. അമ്മ ഷെൽട്ടറിലുണ്ട്. ഇനി ഒരു 250 കിലോയുള്ള ബോംബ് വീണാലും അമ്മയ്ക്ക് ഒന്നും പറ്റില്ല. അമ്മയെ ഓർത്ത് കൊച്ചു വിഷമിക്കണ്ട കേട്ടോ, അവൻ അവളെ ആശ്വസിപ്പിച്ചു. നമുക്കുടനെ അമ്മയുടെ അടുത്തേക്ക് പോകാം. സെറ്റ്സുക്കോ, നീ ഓക്കെ അല്ലേ? അവൻ ചോദിച്ചു. എന്റെ ചെരുപ്പ് പോയി ചേട്ടാ. സാരമില്ല കേട്ടോ, കൊച്ചിന് ഇതിന് നല്ലൊരു ചെരുപ്പ് ഞാൻ വാങ്ങിത്തരാം. എന്റെ കയ്യിൽ പൈസയുണ്ട്, സെറ്റ്സുക്കോ പറഞ്ഞു. അവളുടെ ഉടുപ്പിന്റെ ഉള്ളിൽ നിന്ന് അവൾ ഒരു കുഞ്ഞു പേഴ്സ് പുറത്തെടുത്തു. അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നാണയങ്ങളും ബട്ടണുകളും എല്ലാം പുറത്തേക്ക് ചാടി. പാവം കുഞ്ഞ്. അവൾ പൈസയാണെന്ന് വിചാരിച്ച് കുറച്ച് ബട്ടണുകളും ഈ കോയിന്റെ കൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സെറ്റ്സുക്കോ, നീ പണക്കാരിയാണല്ലോ. അവൾ ചിരിച്ചു. അപ്പോഴേക്കും ബോംബാക്രമണത്തിന്റെ ഫലമായിട്ട് അവിടെ എല്ലാം കരിമഴ പെയ്യാൻ തുടങ്ങി. അവർ തിരികെ ഗ്രാമത്തിൽ വന്ന് നോക്കുമ്പോൾ ആ ഗ്രാമം മുഴുവൻ നശിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും വീടുകൾ നശിച്ചു. കത്തിക്കരിഞ്ഞ ശവങ്ങളും പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന മെഡിക്കൽ ടീമിനെ എല്ലാം അവിടെ കാണാം. അവൻ സെറ്റ്സുക്കോയെയും കൊണ്ട് സ്കൂൾ ക്യാമ്പിലെത്തി. പരിക്കേറ്റവർക്കെല്ലാം അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ട്. അവരെ അറിയാവുന്ന ഒരു ലേഡി അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, അമ്മയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, നീ അകത്ത് ചെന്ന് നോക്ക്, ഞാൻ സെറ്റ്സുക്കോയെ നോക്കിക്കൊള്ളാം. അവൻ അകത്തേക്ക് ഓടി.
അമ്മയുടേതാണ് എന്ന് പറഞ്ഞിട്ടൊരു മോതിരം പോലീസുകാരൻ അവന് കൊടുത്തു. അവൻ ആകെ പേടിച്ചുപോയി. അകത്തുനിന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അവരിപ്പോ ഉറങ്ങുകയാണ്, നീ ശല്യപ്പെടുത്തണ്ട. അയാൾ പോയി കഴിഞ്ഞ് അവൻ അമ്മയെ വിളിച്ചു നോക്കി. അമ്മയുടെ ബോധം തെളിഞ്ഞിട്ടില്ല. അവന് സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൻ പുറത്തേക്ക് ഓടി വന്ന് നോക്കിയപ്പോ ആ ലേഡിയും സെറ്റ്സുകോയും ആ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അമ്മയെ കണ്ടോ? ആ ലേഡി ചോദിച്ചു. ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? അവനൊന്നും പറഞ്ഞില്ല. ചേട്ടാ, എനിക്ക് ദാഹിക്കുന്നു. സെറ്റ്സുക്കോ കരയുകയാണ്. ചേട്ടൻ അവൾക്ക് വെള്ളം കൊടുത്തു. അവളുടെ കുഞ്ഞു പേശ് തുറന്ന് ആ മോതിരവും അതിലിട്ടു. ഇത് അമ്മയുടെ മോതിരമാണ്, നീ ഇതെവിടെയും കളയാതെ സൂക്ഷിച്ചു വെക്കണം. അമ്മ എന്തിയേ? അമ്മയെ ഗ്രാമത്തിന് പുറത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് സുഖമാകും കേട്ടോ. ആ ഗ്രാമം മോൾ ഓർക്കുന്നില്ലേ? നമുക്ക് അവിടെ ഒരു ബന്ധുവുണ്ട്, ഒരമ്മായി. നമുക്ക് തൽക്കാലം ആ അമ്മായിയുടെ വീട്ടിലേക്ക് പോകാം. അപ്പോഴേക്ക് അമ്മ സുഖമാകും. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അമ്മയെയും കാണാം. അപ്പോഴേക്കും ആ ലേഡി കുറച്ച് ബിസ്ക്കറ്റ് അവർക്ക് കൊണ്ടേ കൊടുത്തു. അവൾ നിന്ന് കരയുകയാണ്. അമ്മയെ കാണാത്തതുകൊണ്ട് അവൾക്ക് സങ്കടം സഹിക്കാനേ പറ്റുന്നില്ല. ബിസ്ക്കറ്റ് കൊടുത്തിട്ടൊന്നും അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ല. എന്ത് പറയണമെന്നറിയാതെ അവനും ആകെ അന്തം വിട്ടു നിൽക്കുകയാണ്. സങ്കടം സഹിക്കാനാവാതെ ആ കുഞ്ഞിനെ ചിരിപ്പിക്കാൻ വേണ്ടി അവൻ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ഒരു കമ്പിയിൽ തൂങ്ങി ആടുകയാണ്. പല ഗോഷ്ഠികളും പല അഭ്യാസങ്ങളും അവൻ കാണിച്ചു. എന്നാൽ സെറ്റ്സുക്കോ ആ ഗ്രൗണ്ടിലിരുന്ന് കരയുകയാണ്. കുഞ്ഞുകുട്ടിയല്ലേ, അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് സെയ്റ്റയ്ക്ക് അറിയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അമ്മ മരിച്ചു. അമ്മയുടെ ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ അമ്മയുടെ ദേഹത്തെല്ലാം പുഴുവരിക്കുന്നത് അവന് കാണാമായിരുന്നു. എന്നാൽ ചടങ്ങുകളൊന്നും ചെയ്തടക്കാനുള്ള ഒരു സാഹചര്യം ആ നാട്ടിൽ അന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ മരിച്ചതുകൊണ്ട് അവരുടെ എല്ലാം ബോഡി അടക്കം ചെയ്യുന്നതിന്റെ കൂടെ ഈ അമ്മയുടെ ബോഡിയും ഇട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ കത്തിച്ചു. അമ്മയുടെ ബോഡി കിടന്ന ഭാഗത്ത് കുറച്ച് ചാരവും അസ്ഥികളും ഒരു പെട്ടിയിലാക്കി അവൻ അവിടെ നിന്നും അനിയത്തിയുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. ഈ സമയത്ത് അനിയത്തിയെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന ബന്ധുവിന്റെ അടുത്താക്കിയിട്ടായിരുന്നു അവൻ അങ്ങോട്ടേക്ക് വന്നത്. അവൻ ആ ബന്ധുവിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ അവരാരും കാണാതെ അമ്മയുടെ ചിതാഭസ്മം പുറത്തൊരു ചെടിയുടെ മറവിൽ വെച്ചു. അവൻ ആ വീട്ടിനുള്ളിലേക്ക് വന്നപ്പോ അമ്മ വന്നാന്ന് വിചാരിച്ച് സെറ്റ്സുക്കോ ഓടി വരുന്നുണ്ട്. പക്ഷെ അമ്മയില്ല, അത് സെയ്റ്റയാണ്. അമ്മ എന്തിയേ? അവള് ചോദിച്ചു. അമ്മയ്ക്ക് കുറവുണ്ട്, അമ്മ ഉടനെ തന്നെ വരും കേട്ടോ. അവരുടെ അമ്മായി ചോദിച്ചപ്പോഴും അമ്മ ഹോസ്പിറ്റലിലാണെന്നാണ് അവൻ പറഞ്ഞത്. സെറ്റ്സുക്കോയുടെയും സെയ്റ്റയുടെയും അച്ഛനൊരു നേവിക്കാരനായതുകൊണ്ട് ഈ വീട്ടുകാർക്കിപ്പോ ഇവരെ വലിയ കാര്യമാണ്. അച്ഛൻ നേവിയിലായതുകൊണ്ടാണ് അമ്മയുടെ കാര്യമൊക്കെ ഗവൺമെന്റ് ഇത്ര കാര്യമായിട്ട് ചെയ്യുന്നത് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോ അമ്മയുടെ മോതിരവും നോക്കി അവൾ അവിടെ ഇരിപ്പുണ്ട്. ഈ മോതിരം ഇനി അമ്മയ്ക്ക് വേണ്ടേ? ഇത് ഞാൻ തന്നെ സൂക്ഷിച്ചു വെക്കണോ? അവള് ചോദിച്ചു. ഇതിനൊക്കെ മറുപടി എന്ത് പറയണമെന്ന് അവൻ ഒരു ധാരണയുമില്ല. അമ്മയ്ക്ക് ഉടനെ സുഖമാകും, അപ്പൊ നമുക്ക് അമ്മയെ പോയി കാണാൻ കേട്ടോ. നമുക്കിപ്പോ ഉറങ്ങിയാലോ? അങ്ങനെ അവളെ അവിടെ ഉറക്കി കിടത്തിയിട്ടാണ് അവൻ പുറത്തുപോയി അമ്മയുടെ ചിതാഭസ്മം എടുത്ത് അകത്ത് കൊണ്ടുപോയി വെക്കുന്നത്. അവരുടെ വീട് മുഴുവൻ പോയല്ലോ. പിറ്റേ ദിവസം അവൻ ചെന്ന് അവൻ ആദ്യം കുഴിച്ചിട്ടിരുന്ന ആ സാധനങ്ങളെല്ലാം പുറത്തെടുത്തു. അങ്ങനെ അതെല്ലാം ഒരു ഉന്തുവണ്ടിയിലാക്കി ആ ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ അമ്മായിക്ക് കൊടുക്കും. ഇത്രയും ഭക്ഷണ സാധനങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ ആ സ്ത്രീക്ക് ഒരുപാട് സന്തോഷമായി. ആ ഉപ്പിലിട്ടതുണ്ട്, ധാന്യങ്ങളുണ്ട്, വെണ്ണയുണ്ട്. ഇതിനൊക്കെ ഇപ്പൊ എന്ത് വില വരുമെന്നറിയാമോ? നേവിക്കാരന്റെ മക്കളല്ലേ, ഇവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ എന്തറിയാനാ അല്ലേ? ആ സ്ത്രീ വളരെ സന്തോഷത്തോടെ അതെല്ലാം എടുത്തുകൊണ്ടുപോയി അകത്ത് വെച്ചു. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? നീ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? ഞാനും സെറ്റ്സുക്കോയും കൂടി അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, ആ സ്ത്രീ പറഞ്ഞു. അമ്മ 2 ദിവസം മുമ്പേ മരിച്ചുപോയി. സെറ്റ്സുക്കോയെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാനത് ആരോടും പറയാതിരുന്നത്. അച്ഛന് ഞാൻ കത്ത് എഴുതിയിട്ടുണ്ട്, ഉടനെ ഒരു റിപ്ലൈ കിട്ടുമായിരിക്കും. അവരുടെ മുഖഭാവം മുഴുവൻ മാറി. കഷ്ടമായി പോയി എന്നും പറഞ്ഞ് ആ സ്ത്രീ ആ ഭക്ഷണ സാധനങ്ങളെല്ലാം അകത്തു കൊണ്ടുപോയി വെച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇപ്പോൾ പുറത്ത് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. രാത്രിയായി. തവളകളൊക്കെ കരയുന്ന സൗണ്ട് കേട്ടിട്ട് സെറ്റ്സുക്കോയ്ക്ക് പേടിയാകുന്നുണ്ട്. സെയ്റ്റ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, അത് തവളകൾ കരയുന്നതാ, നിന്നെ അതൊന്നും ചെയ്യില്ല. സെറ്റ്സുക്കോയ്ക്ക് മിന്നാമിനിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു മിന്നാമിനിങ്ങിനെ പിടിച്ച് സെയ്റ്റ സെറ്റ്സുക്കോയ്ക്ക് കൊടുത്തു. എന്നാൽ അവൾ അത് മുറുക്കി പിടിച്ചതുകൊണ്ട് അത് ചത്തുപോയി. അവള് കൈ തുറന്നു നോക്കിയപ്പോ അത് ചത്തു കിടക്കുകയാണ്. അയ്യേ, എന്തൊരു നാറ്റം! അവൾ അത് ഉടുപ്പി തൂത്ത് കളഞ്ഞു. സെയ്റ്റ ചിരിച്ചു. നീ അതിനെ മുറുക്കി പിടിച്ചുകൊണ്ടല്ലേ അത് ചത്തുപോയത്? അതിനെ അങ്ങനെയല്ല പിടിക്കേണ്ടത്. മറ്റൊരു മിന്നാമിനിങ്ങിനെ പിടിച്ച് അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരവിടെയെല്ലാം കളിച്ചു ചിരിച്ചു നടക്കുകയാണ്. നീ കണ്ണൊന്നും നടച്ച സെറ്റ്സുക്കോ? അവൻ സെറ്റ്സുക്കോയോട് പറഞ്ഞു. എന്തിനാ ചേട്ടാ? അവൾ ആദ്യം ഒന്ന് വാശി കാണിച്ചെങ്കിലും അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവൻ കയ്യിലുണ്ടായിരുന്ന പൊതി തുറന്ന് അതിൽ നിന്നൊരു മിഠായി എടുത്ത് അവളുടെ വായിലിട്ട് കൊടുത്തു. അവൾക്ക് ഒരുപാട് സന്തോഷമായി. മിഠായി മിഠായി എന്ന് പറഞ്ഞ് അവൾ അതിലെല്ലാം ഓടി നടക്കുകയാണ്. അവര് തിരികെ വീട്ടിൽ വന്നപ്പോ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ സ്കൂളിലൊന്നും പോകണ്ടേ? ഞങ്ങളുടെ സ്കൂളെല്ലാം കത്തി നശിച്ചു പോയി, ഞങ്ങളുടെ വീടും പോയി, ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരിടവുമില്ല. നീ അച്ഛന് കത്തയച്ചായിരുന്നോ? ഞാൻ അച്ഛന് കത്തയച്ചായിരുന്നു, ഒരു 10 ദിവസം മുമ്പേ അയച്ചതാ, ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ആ സ്ത്രീ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. വൈകിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ കുട്ടികൾക്ക് വയറ് നിറയെ ഭക്ഷണവും ഇവർക്ക് വളരെ കുറച്ചുമാണ് കൊടുക്കുന്നത്. രണ്ടാമത് സെയ്റ്റ ഭക്ഷണം ചോദിക്കുമ്പോ വെറും കഞ്ഞിവെള്ളം മാത്രമാണ് അവൻ ഒഴിച്ചു കൊടുക്കുന്നത്. അവനത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ആ സ്ത്രീയോട് അവൻ ഒന്നും ചോദിക്കാൻ പോയില്ല. അവന്റെ നിവൃത്തികേട് കൊണ്ടാണല്ലോ അനിയത്തിയും കൂട്ടി അവിടെ വന്ന് നിൽക്കുന്നത്. പിറ്റേ ദിവസം ആന്റി അവനോട് വന്ന് പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് ഡ്രസ്സൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് അതെല്ലാം വിറ്റാലോ? ആ
പൈസ കൊണ്ട് നമുക്ക് അരി മേടിക്കാം, 15 കിലോ അരി കിട്ടും. മനസ്സില്ലാ മനസ്സോടെ ആ ഡ്രസ്സെല്ലാം എടുത്ത് സെയ്റ്റ അമ്മായിക്ക് കൊടുത്തു. വിശപ്പിനേക്കാ വലുതല്ലല്ലോ സാരി. എന്നാ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന സെറ്റ്സുക്കോ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. അവള് കരഞ്ഞ് ബഹളം വെക്കുകയാണ്. അവസാനം സെയ്റ്റ അവളെ പിടിച്ചു മാറ്റി. എന്റെ അമ്മയുടെ സാരിയാണ്, അതെവിടെയും കൊണ്ടുപോകണ്ട. അവള് വീണ്ടും കിടന്ന് നിലവിളിക്കുകയാണ്. അങ്ങനെ ആ സാരി വിറ്റ് കുറെ അരി വാങ്ങി. അതിൽ കുറച്ച് സെയ്റ്റയ്ക്കും കൊണ്ടുപോയി കൊടുത്തു. സെയ്റ്റയ്ക്ക് വളരെ സന്തോഷമായി. പക്ഷെ സെറ്റ്സുക്കോ ഇപ്പോഴും പിണങ്ങിയിരിക്കുകയാണ്. അമ്മയുടെ സാരി കൊണ്ടുപോയി വിറ്റത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്ന് വൈകിട്ട് അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു. രണ്ടുപേരും ആർത്തിയോടെ ആ ഭക്ഷണം എല്ലാം കഴിച്ചു. രണ്ടാമതും സെറ്റ്സുക്കോ ഭക്ഷണം ചോദിക്കുമ്പോൾ ആ സ്ത്രീ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ സെറ്റ്സുക്കോ അത് മുഴുവനായിട്ട് കഴിക്കുന്നില്ല. സെയ്റ്റയ്ക്ക് കാര്യം മനസ്സിലായി. നല്ല കറികളൊന്നുമില്ല, ഞങ്ങൾ കൊണ്ടുവന്ന ഉപ്പിലിട്ടതൊക്കെ തീർന്നോ? അവൻ ചോദിച്ചു. അതൊക്കെ എന്നേ തീർന്നു, മോള് വിഷമിക്കണ്ട. ഉച്ചയ്ക്ക് നമുക്ക് കറിയൊക്കെ കൂട്ടി നന്നായിട്ട് ഊണ് കഴിക്കാൻ കേട്ടോ. ഉച്ചയ്ക്ക് ഊണോ? ഉച്ചയ്ക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. പണിയെടുക്കുന്നവരും പണിയെടുക്കാത്തവരും ഒരുപോലെ ഭക്ഷണം കഴിക്കണമെന്നാണോ പറയുന്നത്? നിനക്ക് ഇത്രയും പ്രായമായില്ലേ സെയ്റ്റ, നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? നിങ്ങളുടെ അരിയും തരത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്ഷണവും വേണം. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ആ സ്ത്രീ ദേഷ്യപ്പെട്ട് ഇവരുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. അത് ഞങ്ങളുടെ അരിയാണ്, സെറ്റ്സുക്കോ പറഞ്ഞു. ഇനി അതല്ല എന്റെ തലയിലേക്ക് കൊണ്ടേയിട്ടോ. നിങ്ങൾക്ക് വേറെയും ബന്ധുക്കളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു കത്തയക്ക്, എന്നിട്ട് അവരുടെ എല്ലാം വീട്ടിൽ പോയി നിൽക്ക്. വെറുതെ എന്തിനാ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? പാവങ്ങളല്ലേന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തന്നപ്പോ നിങ്ങൾ എന്റെ തലയിൽ കയറിയിരിക്കാൻ നോക്കുകയാണോ? അവര് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇവരുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ ആദ്യം കുട്ടികളെ നന്നായി നോക്കിയത്. കാരണം ഈ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ജീവിച്ചു വന്നവരാണ്. അച്ഛൻ നേവിയിലല്ലേ, അമ്മയും മരിച്ചു. അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്നും അറിയത്തില്ല. അത് കണ്ടപ്പോ ഈ സ്ത്രീക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം. ഓരോ ദിവസം ചെല്ലുന്തോറും അവരുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരുന്നു. സെറ്റ്സുക്കോയ്ക്കും സെയ്റ്റയ്ക്കും വേറെ ബന്ധുക്കളുടെ വീടൊന്നും അറിയത്തില്ല. അവരുടെ അഡ്രസ്സും കയ്യിലില്ല. അതുകൊണ്ട് ഈ ബന്ധുവീടല്ലാതെ അവർക്ക് വേറൊരു ആശ്രയമില്ല. ഇനി മുതൽ ഞങ്ങൾക്കുള്ള ഭക്ഷണമേ ഉണ്ടാക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെച്ചോ, ആ സ്ത്രീ വന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം സെയ്റ്റ സെറ്റ്സുക്കോയെയും കൂട്ടി ടൗണിൽ പോയി. അവരുടെ അമ്മ കുറച്ച് പണം അവിടുത്തെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പിൻവലിച്ച് അവര് ഭക്ഷണ സാധനങ്ങളും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്റ്റൗവും സെറ്റ്സുക്കോയ്ക്ക് ഒരു ചീപ്പും ഒരു കുടയും എല്ലാം വാങ്ങി പാട്ടൊക്കെ പാടി അവര് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അവര് വീട്ടിൽ വന്ന് അവരുടെ ഭക്ഷണം അവർ സ്വന്തമായി പാകം ചെയ്യാൻ തുടങ്ങി. അന്നവർ നന്നായി ഭക്ഷണം കഴിച്ചു. ഓരോ ദിവസം ചെല്ലുന്തോറും അവരുടെ ഭക്ഷണ സാധനങ്ങൾ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് കിട്ടുന്ന റേഷൻ അരിയുടെ അളവും കുറഞ്ഞുകൊണ്ടേയിരുന്നു. സെറ്റ്സുക്കോയ്ക്ക് വിശക്കുമ്പോൾ എല്ലാ സമയത്തും ഭക്ഷണം കൊടുക്കാനായിട്ട് അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് അവൻ ഓരോ മിഠായി നൽകും. അവസാനം ആ മിഠായിയും തീർന്നു. സെറ്റ്സുക്കോ കുലുക്കി നോക്കിയപ്പോ അതിൽ മിഠായി ഒന്നുമില്ല. അവൾ കരയാൻ തുടങ്ങി. സെയ്റ്റ അത് വാങ്ങി ബോട്ടിൽ നന്നായി തട്ടിയപ്പോ അതിനുള്ളിൽ കട്ട പിടിച്ചിരുന്ന മിഠായി എല്ലാം പുറത്തേക്ക് ചാടി. അങ്ങനെ ആ മിഠായി എല്ലാം സെറ്റ്സുക്കോയ്ക്ക് കൊടുത്തു. അവളെന്നാ ആ മിഠായി എല്ലാം തിരിച്ച് ടിന്നിലേക്ക് ഇട്ടിട്ട് അതിന്റെ പൊടി മാത്രമേ കഴിക്കുന്നുള്ളൂ. അവൾക്കറിയാം ഇത് തീർന്നു കഴിഞ്ഞാൽ വേറൊന്ന് കിട്ടാനില്ല. അവസാനം ആ മിഠായിയും തീർന്നു. സെയ്റ്റ ആ മിഠായിയുടെ ടിന്ന് വാങ്ങി അതിനുള്ളിൽ വെള്ളം നിറച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു, ചേട്ടാ ഇനി ഞാൻ കുലുക്കാം. അവൾ അത് മേടിച്ച് കുലുക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനതൊരു കപ്പിനകത്ത് ഒഴിച്ച് അവൾക്ക് കൊടുക്കും. അവൾ കുറച്ച് കുടിച്ചിട്ട് നല്ലതാ ചേട്ടാ കുടിച്ചോ എന്നും പറഞ്ഞ് സെറ്റ്സുക്കോ സെയ്റ്റയ്ക്ക് കൊടുക്കും. പക്ഷെ സെയ്റ്റി അത് വാങ്ങിക്കത്തില്ല. സെറ്റ്സുക്കോ അത് നിനക്കുള്ളതാ, തണ്ണിമത്തന്റെയും ആപ്പിളിന്റെയും ഒക്കെ ഫ്ലേവർ ഉണ്ട്, അത് മുഴുവൻ നീ കുടിച്ചോ. അവൾ അത് മുഴുവൻ കുടിക്കും. അങ്ങനെ അത് മുഴുവൻ തീർന്നു. ഇപ്പൊ മിഠായിയുമില്ല, മിഠായി ടിന്നിലുള്ള പൊടിയുമില്ല. അന്ന് രാത്രി അവർ ഉറങ്ങുമ്പോൾ പാത്രം കഴുകി വെച്ചില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. രാത്രിയിൽ സെറ്റ്സുക്കോ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. ഒരുപക്ഷെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും അവളുടെ അമ്മയെ ഓർത്തിട്ടൊക്കെ ആകാം ആ കൊച്ചു കരയുന്നത്. എന്നാൽ ഇവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവർ രാത്രിയിൽ വന്ന് വഴക്കുണ്ടാക്കും. പകലാണെ യുദ്ധവും പ്രശ്നങ്ങളുമാ. രാത്രി കുറച്ചുനേരം ഉറങ്ങാന്ന് വിചാരിച്ചാ അതും ഈ കൊച്ചു സമ്മതിക്കത്തില്ല. ഒന്നെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക, ഇല്ല ഈ കൊച്ചിനെ കൊണ്ട് നീ എങ്ങോട്ടേലും പോ. അവൻ സെറ്റ്സുക്കോയെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അവസാനം ആ സ്ത്രീയുടെ വഴക്ക് സഹിക്കാൻ വയ്യാതെ അവളെയും പുറത്തിട്ടുകൊണ്ട് അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ അപ്പോഴേക്കും സൈറൻ മുഴങ്ങി. അവിടെ എല്ലാം ബോംബ് വീഴാൻ തുടങ്ങി. അവൻ കുട്ടിയെയും കൊണ്ട് ഓടി. അങ്ങനെ ഓടി വീണ്ടും ആ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു ഗുഹയുടെ അടുത്തെത്തി. എന്നാൽ ആ ഗുഹ മനുഷ്യരാരോ നിർമ്മിച്ച ഗുഹയാണ്. അതിനുള്ളിൽ തടിയൊക്കെ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അമ്മായിയുടെ അടുത്ത് നമുക്ക് നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം, സെറ്റ്സുക്കോ പറഞ്ഞു. നമുക്ക് വീടില്ല സെറ്റ്സുക്കോ, നമ്മുടെ വീടെല്ലാം നശിച്ചുപോയി. നമുക്കിവിടെ ജീവിച്ചാലോ? ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം. ആരും വഴക്കുണ്ടാക്കിക്കൊണ്ട് വരത്തുമില്ല. ചേട്ടാ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞെ, നമുക്കിവിടെ തന്നെ ജീവിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും അമ്മായിയുടെ വീട്ടിൽ നിന്ന് ആ ഗുഹയിലേക്ക് താമസം മാറ്റി. യുദ്ധത്തിൽ തകർന്നു വീണ വീടുകളുടെ പാർട്സ് ഒക്കെ എടുത്ത് അവർ ആ ഗുഹ ഒരു വീട് പോലെ ആക്കുകയാണ്. അമ്മായിയുടെ വീട്ടിൽ ചെന്ന് അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് അവർ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങും. എന്നാൽ പോകേണ്ട എന്നൊരു ഭംഗിവാക്ക് പോലും ആ സ്ത്രീ പറയുന്നില്ല. സെറ്റ്സുക്കോ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് പോകുന്നത്. ഇതൊക്കെ കണ്ട ആ സ്ത്രീക്ക് ദേഷ്യവും വരുന്നുണ്ട്. അവരുടെ ഗുഹയ്ക്ക് അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് അവർ സാധനങ്ങളൊക്കെ ചോദിച്ചു വാങ്ങി. അങ്ങനെ ഭക്ഷണ സാധനങ്ങളെല്ലാം അവർക്ക് കിട്ടിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് അതുകൊണ്ട് കഴിയാം. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. അവർ സ്വന്തമായിട്ട്
അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വയറ് നിറച്ച് കഴിച്ചു. രാത്രിയായി. ഇരുട്ടത്ത് ഉറങ്ങാൻ കിടക്കാൻ അവൾക്ക് പേടിയാണ്. അവളത് ചേട്ടനോട് പോയി പറഞ്ഞു. ചേട്ടൻ അങ്ങനെ കൊച്ചനുജത്തിക്ക് വേണ്ടി കുറെ മിന്നാമിനുങ്ങളെ പിടിച്ച് അവരുടെ ഗുഹയ്ക്കുള്ളിലേക്ക് തുറന്നു വിട്ടു. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ കിടന്നുറങ്ങുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന പോലെ ആ ഗുഹയ്ക്കുള്ളിൽ മുഴുവൻ മിന്നാമിനുങ്ങളാണ്. അന്ന് രാത്രി അവർ രണ്ടുപേരും നന്നായി കിടന്നുറങ്ങി. അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് അച്ഛനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അച്ഛനിപ്പോ എവിടെയായിരിക്കും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അച്ഛന്റെ കാര്യം ഓർത്തിട്ട് അവൻ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഒരു കാര്യവും അവന്റെ കുഞ്ഞിപ്പെങ്ങളോട് അവൻ പറയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവൻ ഓരോ ജോലികളൊക്കെ ചെയ്ത് അതിൽ നടക്കുമ്പോൾ സെറ്റ്സുക്കോ ഒരു കുഴിയൊക്കെ കുത്തി അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് സെറ്റ്സുക്കോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് മിന്നാമിനുങ്ങളുടെ കല്ലറയാണ്. ഞാൻ അതിനെ എല്ലാം ഇവിടെ അടക്കം ചെയ്യുകയാണ്. നമ്മുടെ അമ്മയ്ക്ക് ഇതുപോലൊരു കല്ലറയില്ലേ? എന്നോട് അമ്മായി പറഞ്ഞായിരുന്നു. സെറ്റ്സുക്കോ അമ്മ മരിച്ചു എന്നുള്ള കാര്യം അമ്മായിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു. സെയ്റ്റയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. അവന്റെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകി. തന്റെ കുഞ്ഞിപ്പെങ്ങളെ ഒന്നും അറിയിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അവനത് ആരോടും പറയാതിരുന്നത്. എന്നാൽ അമ്മായി ഒന്നും ചിന്തിക്കാതെ അത് അവളോട് തുറന്നു പറയുകയും ചെയ്തു. നമ്മുടെ അമ്മ നമ്മുടെ ഗ്രാമത്തിലൊരു കർപ്പൂര മരത്തിന്റെ ചുവട്ടിലാണ് വിശ്രമിക്കുന്നത്. അവിടെ ഒരു കല്ലറയുമുണ്ട്. ഞാൻ കൊച്ചിനെ ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഈ മിന്നാമിനുങ്ങളൊക്കെ എന്തിനാണ് ഇത്ര വേഗം മരിക്കുന്നത്? അവള് ചോദിച്ചു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവരാ ഗുഹയിലേക്ക് താമസം മാറ്റിയെങ്കിലും അമ്മയുടെ ചിതാഭസ്മം ഒന്നും എടുക്കാൻ മറന്നിട്ടില്ല. അതെല്ലാം ആ ഗുഹയ്ക്കുള്ളിൽ ഭദ്രമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ദിവസങ്ങൾ കുറെ കടന്നുപോയി. സെറ്റ്സുക്കോയും ചേട്ടനും അവിടെ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ വന്നു. അവരെല്ലാം നോക്കുമ്പോൾ കുറച്ച് പഴകിയ സോയാബീൻസും റൈസും ഉണങ്ങിയ തവളകളും ഒക്കെ കാണാം. അവര് കുറെ നേരം അവിടെയെല്ലാം കറങ്ങി നടന്നിട്ട് അവര് തിരികെ പോയി. അവരുടെ ആഹാര സാധനങ്ങളെല്ലാം തീർന്ന് അവരിപ്പോ തവളകളെയൊക്കെ ഭക്ഷണമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് മോശമായി അവരുടെ സ്ഥിതി. അവര് ഭക്ഷണം വാങ്ങിയിരുന്ന അയാളുടെ അടുത്ത് അവൻ വീണ്ടും ചെല്ലുന്നുണ്ട്. ഞങ്ങളുടെ അമ്മയുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ നേരത്തെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വിറ്റിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല. കുറച്ച് അരിയും സാധനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ സഹായിക്കണം. അയാള് പറഞ്ഞു, പണമോ വസ്ത്രമോ ഒന്നും അല്ല കാര്യം. എനിക്ക് കഴിക്കാൻ പോലും എന്റെ കയ്യിൽ ഭക്ഷണമില്ല. വീട്ടിലുള്ള ധാന്യവും തികയുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം തരും? അവസാനം അയാളും ഇവരെ കൈയൊഴിഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ വിശന്ന് വലഞ്ഞു നടക്കുമ്പോഴാണ് ഒരു വ്യോമാക്രമണം നടക്കുന്നത്. ആ സമയത്ത് അവർ ഓടി ഒളിക്കുന്നത് ഒരു പച്ചക്കറി തോട്ടത്തിലാണ്. അവിടെ നിറയെ തക്കാളികൾ പഴുത്തു കിടപ്പുണ്ട്. അവനത് ആർത്തിയോടെ പറിച്ചു കഴിച്ച് ഒരെണ്ണം പറിച്ച് അനുജത്തിക്കും കൊടുക്കും. സെറ്റ്സുക്കോയും അത് കഴിക്കും. കുറെ തക്കാളികളെല്ലാം എടുത്ത് അവർ വീട്ടിലേക്ക് തിരികെ പോരും. അവരുടെ ഭക്ഷണം ഇപ്പോൾ അതൊക്കെയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന കുറച്ച് പച്ചക്കറികളും പഴങ്ങളും അവരുടെ ഗുഹയ്ക്ക് മുമ്പിലുള്ള ആ തോട്ടിലെ മീൻ, തവള, ഇതൊക്കെയാണ് അവരിപ്പോ കഴിക്കുന്നത്. ഒരു ദിവസം സെറ്റ്സുക്കോയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ പുറത്തെല്ലാം ചൊറിഞ്ഞു തടിച്ചിരിക്കുന്നത് കാണുന്നത്. ചെറിയ ചെറിയ കുരുക്കൾ വന്ന് അതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇത്ര ദിവസമായിട്ടും എന്റെ വയറിളക്കം മാറുന്നില്ല ചേട്ടാ. എനിക്ക് നല്ല വയറുവേദനയുമുണ്ട്, അവൾ പറഞ്ഞു. അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഇത് കേട്ടത് അവൻ ഒരുപാട് സങ്കടമായി. തന്റെ അനിയത്തിക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും അവനെ കൊണ്ട് പറ്റുന്നില്ല. അവൻ രാത്രി ഒരു തോട്ടത്തിൽ പോയി കരിമ്പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തോട്ട ഉടമ അവനെ പിടിക്കും. എന്റെ അനിയത്തിക്ക് തീരെ വയ്യ, ഞാൻ അവൾക്ക് ഇച്ചിരി കരിമ്പ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, ദയവായി എനിക്ക് തരണം. അവൻ കാല് പിടിച്ചു പറഞ്ഞിട്ട് പോലും അയാൾ കേട്ടില്ല. അവനെയും വലിച്ചിഴച്ച് അയാൾ വീട്ടിലേക്ക് വന്നു. അതായത് ഇവരുടെ ഗുഹയിലേക്ക്. അവിടെയെല്ലാം പരതി നോക്കിക്കഴിഞ്ഞപ്പോ ഇവര് ശേഖരിച്ചു കൊണ്ടുവന്ന പഴങ്ങളും പച്ചക്കറികളെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പൊ എന്റെ പറമ്പിൽ നിന്ന് മോഷ്ടിക്കുന്ന നീയാണല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. അവനെയും വലിച്ചിഴച്ചുകൊണ്ട് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സെറ്റ്സുക്കോ കരഞ്ഞുകൊണ്ട് അവന്റെ പുറകെ ചെല്ലുന്നുണ്ട്. എന്റെ അനിയത്തിക്ക് തീരെ സുഖമില്ല, അവൾ ഒറ്റയ്ക്ക് ഇവിടെയുള്ളൂ, അവളെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, അവൻ കരഞ്ഞു പറയുന്നുണ്ട്. എന്നാൽ അയാൾ അതൊന്നും കേൾക്കാതെ അവനെയും വലിച്ചിഴച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് പരാതി കൊടുക്കുന്ന സമയത്ത് അവന്റെ മുഖത്ത് നോക്കിയാൽ കാണാം പോകുന്ന വഴിയിൽ അവനെ പൊതിരെ തല്ലിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോലീസുകാർ അവനെ മർദ്ദിക്കണം, അതാണ് അയാളുടെ ആവശ്യം. എന്നാൽ പോലീസുകാരൻ പറയും, നിങ്ങളോട് ഇവനെ തല്ലാൻ ആരാണ് പറഞ്ഞത്? പോലീസുകാരൻ അവനോട് കാര്യങ്ങൾ തിരക്കും. അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയും. തന്റെ അനിയത്തിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ മോഷ്ടിച്ചത്. ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല, അവൻ ആണയിട്ട് പറഞ്ഞു. എന്നാലും ഇയാള് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവന്റെ പേരിൽ കേസെടുത്ത് പോലീസുകാർ അവന്റെ രണ്ട് പൊട്ടിക്കണം എന്ന രീതിയിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. പോലീസുകാരൻ പറഞ്ഞു, നിനക്ക് ഇവനെ തല്ലാനുള്ള അധികാരമൊന്നുമില്ല. ഇനിയും നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കൊച്ചിനെ തല്ലിയതിന്റെ പേരിൽ നിനക്കെതിരെ ഞാൻ കേസെടുക്കും. അവസാനം കാര്യങ്ങളെല്ലാം തനിക്ക് നേരെ തിരികെയാണെന്ന് മനസ്സിലായ അയാൾ അധികം താമസിക്കാതെ അവിടെ നിന്ന് സ്ഥലം വിടും. പോലീസുകാരൻ ഒരു വാർണിംഗ് കൊടുത്ത് സെയ്റ്റയെ അവിടെ നിന്നും വിട്ടയച്ചു. അവൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ കാത്ത് സെറ്റ്സുക്കോ അവിടെ നിൽപ്പുണ്ട്. അവളെ കണ്ടതും സെയ്റ്റ കരയാൻ തുടങ്ങി. സെറ്റ്സുക്കോയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അവളും ഓടി വന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. രണ്ടുപേരും പൊട്ടിക്കരയുകയാണ്. അനിയത്തിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ചേട്ടന് വേദനിക്കുന്നുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. അവളിത് പറഞ്ഞതും സെയ്റ്റയ്ക്ക് സഹിക്കാനേ പറ്റുമായിരുന്നില്ല. അവളെയും കെട്ടിപ്പിടിച്ച് അവൻ ഒത്തിരി കരഞ്ഞു.
അവൻ അവളെ എടുത്തുകൊണ്ട് അവരുടെ ഗുഹയിലേക്ക് പോയി. വീണ്ടും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇപ്പൊ അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിയാമോ? യുദ്ധത്തിൽ സൈറൻ മുഴങ്ങുന്ന സമയത്ത് ആളുകളെല്ലാം പാനിക്കായി പരക്കം പായുന്ന നേരത്ത് അവരുടെ വീടുകളിൽ കയറി വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എല്ലാം സെയ്റ്റ മോഷ്ടിക്കാൻ തുടങ്ങി. കിട്ടിയ ഭക്ഷണങ്ങളെല്ലാം ആർത്തിയോടെ അവൻ കഴിച്ചു. കുറെ ഭക്ഷണം എടുത്ത് അനിയത്തിക്കും കൊണ്ടുപോയി കൊടുക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും സെറ്റ്സുക്കോയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൻ മോഷ്ടിച്ച വസ്ത്രങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി ഒരാളുടെ അടുത്ത് ചെന്നു. എന്നാൽ പഴകിയതും വില കുറഞ്ഞതുമായ വസ്ത്രങ്ങളായതുകൊണ്ട് ആരും അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. അവൻ ആകെ വിഷമിച്ചു തിരികെ ഗുഹയിലെത്തി. അവൻ വരുന്ന വഴിക്ക് നോക്കുമ്പോൾ സെറ്റ്സുക്കോയുടെ പാവക്കുട്ടി ആ കാട്ടിൽ കിടക്കുന്നുണ്ട്. അവിടെയെല്ലാം ചുറ്റും നോക്കിയപ്പോൾ സെറ്റ്സുക്കോ ബോധം കെട്ട് കിടക്കുകയാണ്. അവൻ വേഗം സെറ്റ്സുക്കോയെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. നല്ല ഭക്ഷണം കൊടുത്താ ഇവളുടെ എല്ലാ രോഗവും മാറും. ഡോക്ടർ പറഞ്ഞു, പോഷകാഹാരക്കുറവ് മാത്രമേ ഇവൾക്കുള്ളൂ. എവിടെ നിന്നാണ് നല്ല ഭക്ഷണം കിട്ടുന്നത്? അവൻ ചോദിച്ചു. ഇതിനുള്ള ഉത്തരം ഡോക്ടർക്ക് പറയാൻ അറിയത്തില്ല. കാരണം യുദ്ധം കാരണം ആ നാട് മുഴുവൻ പട്ടിണിയിലും ക്ഷാമത്തിലുമാണ്. അവളെ കൊണ്ടുപോകുന്ന വഴിയില് അവൾക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. അവൾക്ക് കൊടുക്കാനായിട്ട് അവന്റെ കയ്യിൽ വെള്ളമൊന്നുമില്ല. അങ്ങനെ അവര് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു ഐസുകാരൻ വന്ന് ഐസ് മുറിച്ച് അതിലൊരു കഷ്ണം എടുത്ത് അയാൾ വീട്ടിലേക്ക് പോകുന്നത് കാണുന്നത്. അയാൾ മുറിച്ചപ്പോ ആ ഐസ് കട്ടയിൽ നിന്ന് കുറച്ച് ഐസ് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അവൻ ആ നിലത്ത് വീണ ഐസ് കട്ടയിൽ നിന്ന് കുറച്ച് ഐസ് എടുത്ത് അവളുടെ വായിൽ ഇറ്റിച്ചു കൊടുത്തു. അവൾ അത് കുടിക്കുന്നുണ്ട്. അവനും വിശക്കുന്നുണ്ട്. എന്നാൽ കഴിക്കാനായിട്ട് ഒന്നുമില്ല. സെറ്റ്സുക്കോ, നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? അവൾക്ക് ശരിക്കും സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല. എങ്കിലും അവൾ പറഞ്ഞു, എനിക്ക് ചിക്കൻ വേണം, പിന്നെ നൂഡിൽസ് വേണം, റൈസ് വേണം, പിന്നെ എന്താ നിനക്ക് വേണ്ടത്? പിന്നെ എനിക്ക് ഐസ്ക്രീം വേണം, പിന്നെ കുറച്ച് മിഠായും വേണം. ഞാൻ എല്ലാം നിനക്ക് വാങ്ങിത്തരാം. അമ്മ നിക്ഷേപിച്ചിരിക്കുന്ന ബാക്കി എല്ലാ പൈസ കൂടി നമുക്ക് പിൻവലിക്കാം. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം ഞാൻ വാങ്ങിത്തരാം. ചേട്ടൻ എങ്ങോട്ടും പോകണ്ട. ചേട്ടൻ എന്നെ വിട്ട് എവിടെയും പോകരുത്. അവൾ കരയാൻ തുടങ്ങി. പേടിക്കണ്ട മോളെ, ഞാൻ വേഗം വരും. നിനക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും മേടിച്ച് ചേട്ടൻ തരും. അതിനുശേഷം ചേട്ടൻ എവിടെയും പോകത്തില്ല. സെറ്റ്സുക്കോയുടെ കൂടെ തന്നെ ഉണ്ടാകും. അത് കേട്ട് അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവളെ ഗുഹയ്ക്കുള്ളിലാക്കി അവൻ പട്ടണത്തിൽ പോയി ബാക്കിയുണ്ടായിരുന്ന പൈസയെല്ലാം പിൻവലിക്കും. അവിടെ നിന്നിരുന്ന ആളുകളുടെ സംസാരത്തിൽ നിന്ന് ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാകും. സൈനികരെല്ലാം മരിച്ചു. അവിടെ നിൽക്കുന്ന ആളുകൾ അതെല്ലാം പറയുന്ന കേട്ട് അവൻ ആകെ തകർന്നുപോയി. സൈനികരെല്ലാം മരിച്ചെന്നോ? നിങ്ങൾ വെറുതെ പറയുന്നതല്ലേ? അവൻ അവരോടെല്ലാം വഴക്കുണ്ടാകാൻ തുടങ്ങി. പക്ഷെ സത്യം അതായിരുന്നു. അവന്റെ അച്ഛനും മരിച്ചുപോയി. അവന് സങ്കടം താങ്ങാനാവുന്നില്ല. അവസാനം അച്ഛനും അവരെ വിട്ടുപിരിഞ്ഞു. ഈ കാര്യം അവനെ ഒരുപാട് മുറിപ്പെടുത്തി. അവൻ കരഞ്ഞുകൊണ്ട് ഒരുപാട് വൈകിയാണ് വീട്ടിലെത്തിയത്. സെറ്റ്സുക്കോ, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം വാങ്ങിയിട്ടുണ്ട്. കോഴിയുണ്ട്, കോഴി മുട്ടയുണ്ട്, അരിയുണ്ട്, നൂഡിൽസ് ഉണ്ട്. ഞാൻ എല്ലാം കൊച്ചിന് തരാൻ കേട്ടോ. അവൾ ഈ സമയത്ത് എന്തോ നുണഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അവൻ ആ മിഠായി ടീനെ എടുത്തു നോക്കുമ്പോ അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ഗോലികൾ കിടപ്പുണ്ട്. അവൻ ആകെ പേടിച്ചുപോയി. അവൻ ഓടിച്ചെന്ന് അവളെ എഴുന്നേൽപ്പിച്ച് അവളുടെ വായിൽ കൈയിട്ട് നോക്കിയപ്പോ അവളുടെ വായുടെ ഉള്ളിലും ഒരു ഗോലിയാണ് കിടക്കുന്നത്. ഇത് ഗോലിയാണ്, മിഠായി അല്ല. അവൻ അത് പുറത്തേക്ക് എടുത്തു കളഞ്ഞു. സെയ്റ്റാ, നീ ഇത് കഴിച്ചോ. എന്താ അത്? ചോറുരുളയാ, സോയാബീൻ കറിയുമുണ്ട്. അവൻ നോക്കിയപ്പോ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ മണ്ണുരുളകൾ അവന്റെ നേരെ നീട്ടിയാണ് അവൾ കഴിക്കാൻ വിളിക്കുന്നത്. സെയ്റ്റാ, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, നീ കഴിക്ക്. അവനത് കണ്ടതും ആകെ സങ്കടായി. അവൻ വേഗം കയ്യിലുണ്ടായിരുന്ന തണ്ണിമത്തൻ എടുത്ത് അവൾക്ക് കൊടുത്തു. നല്ല രുചിയുണ്ട് ചേട്ടാ. അവൾ അത് കഴിച്ചു. ഒരു പീസ് മുറിച്ച് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. മോളിത് കഴിച്ചോ കേട്ടോ. ബാക്കി തണ്ണിമത്തനും ഞാൻ ഇവിടെ വച്ചേക്കാം. ഞാൻ പോയി മോൾക്ക് ചോറും മുട്ടക്കറിയും ഉണ്ടായിക്കൊണ്ട് വരാം. സെയ്റ്റാ, എല്ലാത്തിനും നന്ദി. സെറ്റ്സുക്കോ അവനോട് ഇത് പറഞ്ഞപ്പോ അവൻ എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. എന്നാലും അവനത് കാര്യമാക്കാതെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോയി. അന്ന് അവിടെ കിടന്നുറങ്ങിയ സെറ്റ്സുക്കോ പിന്നീട് ഒരിക്കലും ഉണർന്നിട്ടില്ല. ആ പിഞ്ചു ജീവനെ വിശപ്പ് കവർന്നെടുത്തിരുന്നു. ഇനി അവിടെ ഓടിക്കളിക്കാനായിട്ട് ആ കുഞ്ഞില്ല. ആ ഊഞ്ഞാലിൽ ആടാനും സെറ്റ്സുക്കോ ഇനിയില്ല. സെയ്റ്റ ഇല്ലാത്ത സമയത്ത് സെയ്റ്റ സെറ്റ്സുക്കോയെ പുറത്ത് കെട്ടിവെച്ചതുപോലെ അവൾ ആ പാവക്കുട്ടിയെയും പുറത്ത് കെട്ടിയിട്ടുകൊണ്ടാണ് അവിടെ എല്ലാം കളിച്ചു നടക്കുന്നത്. വേറെ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ നദിയുടെ നിഴലിൽ പോയിരുന്ന് അവൾ കളിക്കുന്നുണ്ട്. എന്നാൽ ഇനി അതൊന്നും ചെയ്യാൻ ആ കുട്ടിയില്ല. ചേട്ടൻ ഇല്ലാത്ത സമയത്ത് അവൾക്ക് തീരെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ വരുമ്പോ മണ്ണുരുളകൾ മിഠായി പോലെയാക്കി അവൾ കഴിക്കുമായിരുന്നു. ഇതൊന്നും സെയ്റ്റയ്ക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. ഇനി അറിഞ്ഞാൽ തന്നെ അവൻ ഇവളെ രക്ഷിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. കുഞ്ഞനുജത്തിയുടെ ജീവനറ്റ ശരീരത്തിനരികിൽ അവളുടെ ഓർമ്മകളുമായി ആ രാത്രി അവൻ ഉറങ്ങിയിട്ടേയില്ല. പിറ്റേ ദിവസം ഒരു ചെറിയ പെട്ടി അവൻ വാങ്ങി. അതിനുള്ളിൽ സെറ്റ്സുക്കോയെ കിടത്തി. അവൾക്കിഷ്ടപ്പെട്ട ആ പാവക്കുട്ടിയെയും ആ മിഠായി ഭരണി അവൻ മാറ്റിവെച്ചു. തന്റെ എല്ലാമായിരുന്ന അനുജത്തിക്കുട്ടിയുടെ മുഖം അവൻ കണ്ണ് നിറയെ കണ്ടിട്ട് ആ പെട്ടി മൂടി. എന്നിട്ട് ആ ചിതയ്ക്ക് തീ കൊടുത്തു. തന്റെ കുഞ്ഞനുജത്തിയുടെ ശരീരം അവന്റെ മുമ്പിൽ എരിഞ്ഞടങ്ങുകയാണ്. കണ്ണീരോടെ അവൻ അതെല്ലാം നോക്കി നിന്നു. അവൾക്ക് ഏറെ ഇഷ്ടമുള്ള മിന്നാമിനുങ്ങുകൾ അവിടെയെല്ലാം പറക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ആ മിഠായി ടിന്നിൽ സെറ്റ്സുക്കോയുടെ ശരീരം കത്തിയ ചാരവുമായി പോയ സെയ്റ്റ പിന്നീട്
പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അവന്റെ മരണമാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിലേ കണ്ടത്. സെറ്റ്സുക്കോയുടെ മരണശേഷം അവൻ ഒരുപാട് നാള് സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും സങ്കടങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് എത്തിച്ചേർന്നു. സെറ്റ്സുക്കോ ഓടി വന്ന് അവന്റെ അടുത്തിരുന്നു. മോളെ, ഒരുപാട് വൈകി, ഉറങ്ങിയാലോ? അവന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സെറ്റ്സുക്കോയെയും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ലോകത്ത് ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴും സിറിയയിലൊക്കെ ഇതൊക്കെ നടക്കുന്നുമുണ്ട്. നമുക്കതെല്ലാം വെറും പത്രവാർത്തകൾ മാത്രമാണ്. കൊറോണയും അങ്ങനെയായിരുന്നു. മറ്റു രാജ്യത്തെല്ലാം വന്നപ്പോ നമുക്കത് വാർത്ത മാത്രമായി. നമ്മുടെ പടിവാതിക്കൽ വന്നപ്പോ കഥ മാറി. നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? മുടി ലെയർ കട്ട് ചെയ്യാൻ വേണ്ടി വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടിൽ രാവിലെ എന്നും പുട്ടാണ്. കാമുകി വഴക്കുണ്ടാക്കി. അവള് ബ്രേക്കപ്പ് ചെയ്തു പോയി. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതുപോലുള്ള ചിലത് കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് മനസ്സിലാകും. ഇതുപോലെ നമ്മൾ അറിയാത്ത എന്തെല്ലാം കഥകളല്ല എന്തെല്ലാം സംഭവങ്ങൾ ഈ ലോകത്തുണ്ട്. എന്തായാലും അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും ഒക്കെ തോന്നും. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ആളുകളൊന്നും നമ്മുടെ അടുത്ത് എന്നും ഉണ്ടാകില്ല. അവർക്ക് വേണ്ടതൊക്കെ അവരുള്ള സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നീട് ദുഃഖിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം.